കർത്താവിന്റെ അതിമുഖത്തുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനിതരായ ദൈവദാസിമാര്, ദൈവദാസന്മാര്, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, മനോഹരമായ പാട്ടുപാടിയവര്, എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ബീന സിസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഒരു അല്പനിമിഷം, അതും ഇന്ന് ഞായറാഴ്ച പകൽ അതിരാവിലെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാനും ദൈവജനം പഠിക്കുവാനും എല്ലാം ദൈവം നന്ദി ഭാഗ്യ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോസഫ് ഇടക്കാട്ടിൽ നിന്നാണ്. മലബാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ആത്മീയ പ്രസ്ഥാനമാണ് അഗാപ്പെ ഗോസ്പൽ ചർച്ച്. ആ ചർച്ചിന്റെ ഒരു എളിയ ചുമതലയുള്ളവനുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സമയം ദൈവം തരികയാണെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും ദൈവജനം പങ്കുവയ്ക്കാനെല്ലാം കഴിയും. നമുക്ക് ഒന്നിച്ച് ഇന്നത്തെ ആത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ദൈവം ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്കായി നമുക്ക് 2 തിമോഥെയോസ് 1:12 വായിക്കാം. തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. മതി. അതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദവൃത്തിയിലേക്ക് ഈ വചനത്തെ അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഇത് അനുഗ്രഹമായി കർത്താവെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉള്ളവന്റെ നാവോട് കൂടിയിരിക്കണമേ. ഈ പ്രിയപ്പെട്ടതിന്റെ ജനത്തോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള, പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഈ സമീപകാല സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തന്നെ വിശ്വാസികളുടെ മക്കളെന്നും വിശ്വാസികളെന്നും അറിയപ്പെടുന്ന ആളുകൾ, അത് പ്രായഭേദമന്യേ ആത്മീയ ലോകത്തിലെ അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലർക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പലപ്പോഴും സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. അതിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചും ഇരിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി. നമ്മൾ ഇന്ന് ഒരു വലിയ തകർപ്പൻ പ്രസംഗമല്ല, ഒരു പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അടിസ്ഥാനപരമായ ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയാലും ക്ലാസ് ആയിട്ടേ പരിണമിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നവർക്ക് എഴുതിയെടുക്കാം, അല്ലാത്തവർ ഹൃദയത്തിൽ സൂക്ഷിക്കണമേ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല, അല്ലെങ്കിൽ ആരെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അടുത്ത പ്രയോഗത്തിൽ നമ്മൾ ഒത്തിരി പേർക്ക് പല സംശയങ്ങളുണ്ട്. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ. ഏതു ദിവസം? കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മൾ നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത് വരെ എൻ്റെ ഉപനിധി സൂക്ഷിപ്പാൻ. അപ്പൊ എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞാൽ അത് എന്താണ് സംഗതി? അവിടെയാണ് അനേകർക്ക് സംശയവും ആശയക്കുഴപ്പവും. എൻ്റെ ഉപനിധി ദൈവമാണ് കാക്കുന്നത്. നിധി നമ്മളുടേതാണ്. നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി എന്ന് പറഞ്ഞാൽ എന്തോ വാല്യുബിൾ തിങ് ആണ്, എന്തോ വളരെ വിലയേറിയതാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ സമ്പത്തുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പൊ അതുപോലെ എന്തോ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉപനിധി.
നമുക്കറിയാം, നമുക്കൊരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വലിയ സമ്പത്ത് നമുക്ക് ലഭ്യമായി, ഒരു 10-50 ലക്ഷം രൂപ ഈ വളരെ പാവപ്പെട്ട ഒരാൾക്കൊരു വലിയ തുക ലഭിച്ചു എന്നിരിക്കട്ടെ. പുള്ളി എന്ത് ചെയ്യും? ആ തുക കൊണ്ടുപോയി ബാങ്കിലിടും. എന്നിട്ട് കണക്കൂട്ടലുകൾ ആരംഭിക്കും. ഊണിലും ഉറക്കത്തിലും എല്ലാം പുള്ളിക്ക് ആ തുകയെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. അപ്പോ എന്തുകൊണ്ടാണ് ആ വലിയ തുക സ്വന്തം വീട്ടിൽ വെച്ചോണ്ടിരിക്കാത്തത്? അത് മറ്റുള്ളവർ മോഷിച്ചുകൊണ്ട് പോകും. ആ വലിയ സമ്പത്ത് നമുക്കറിയാം, ചിലർ പണമുള്ളവരും സ്വർണ്ണമുള്ളവരും. ഇപ്പം സ്വർണ്ണത്തിന് ഭയങ്കര വിലയാ. അപ്പം സ്വർണ്ണമുള്ളവർ എന്നെ ചെയ്യും? അത് കൊണ്ടുപോയി ബാങ്കിലൊക്കെ ഇടും. എന്നിട്ട് ബാങ്കിൽ എന്തിനാ ഇടുന്നേ? നമുക്കത് സൂക്ഷിപ്പാൻ ശക്തമല്ലാത്തത് കൊണ്ടാണ്. കള്ളന്മാരും അക്രമികളും വന്നാൽ അവർക്കത് തട്ടിയെടുക്കാൻ കഴിയും. അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മളത് ബാങ്കിൽ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ പറയുകയാണ്, എന്റെ ഉപനിധി സൂക്ഷിപ്പാൻ കർത്താവ് ശക്തനാണ്. അപ്പൊ ഈ ഉപനിധി എന്താണ്? അതാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്. എന്റെ ഉപനിധി, എന്റെ ആ വലിയ സമ്പത്ത്, നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ആ സമ്പത്ത് എന്താണ്? അതാണ് പണ്ഡിതന്മാർ പലരും ഈ ഉപനിധി എന്നതിന് പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നു. കർത്താവ് എനിക്ക് തന്ന ദർശനവും എനിക്ക് തന്ന ഞാൻ പഠിച്ചതും പ്രകാരം ഞാൻ മനസ്സിലാക്കിയതാണ്, ഈ ഉപനിധി എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണമാണ്. ഇംഗ്ലീഷ് പരിഭാഷ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, അവൻ എൻ്റെ ഉപനിധി എന്ന് പറയുന്നിടത്ത്, നിങ്ങൾ നോട്ട് എഴുതുന്നവർ എഴുതിക്കോണം, എൻ്റെ ഉപനിധി എന്ന് പറയുന്നത് എൻ്റെ സമർപ്പണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവൻ എൻ്റെ സമർപ്പണം സൂക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സമർപ്പിക്കുന്നുവോ ആ സമർപ്പണം കർത്താവ് സൂക്ഷിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം വിലയേറിയ ഒരു സമ്പത്ത് അത് നമുക്ക് സൂക്ഷിക്കാൻ നമ്മൾ അശക്തരായതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും അത് നമുക്ക് ഏൽപ്പിച്ചു തന്നത്, നമ്മുടെ എല്ലാ സമ്പത്തും നമുക്ക് ഏൽപ്പിച്ചു തന്നത് സ്വർഗീയ പിതാവാണ്. ആ പിതാവിന്റെ കാൽപാദത്തിൽ കൊണ്ടുപോയി അത് സമർപ്പിക്കുകയാണ്. അപ്പൊ സമർപ്പണത്തിനാണ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ സമർപ്പണത്തിന് വേദപുസ്തകത്തിൽ പറഞ്ഞ ഒരു പ്രയോഗമാണ് ഉപനിധി. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനി എന്തൊക്കെയാണ് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കേണ്ടത് എന്ന ഒരു ചെറിയ പഠനമാണ് ഇന്ന് നടത്തുന്നത്. 5 പിരിവുകൾ ആ പഠനത്തിനുണ്ട്. ഒന്നാമത് നമ്മൾ സമർപ്പിക്കേണ്ടത്, 1, വിശ്വാസം സമർപ്പിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ കർത്താവിനെ സമർപ്പിക്കണം. പത്രോസ് പറയുന്നില്ല, കർത്താവെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, എനിക്ക് ഇത്രേ വിശ്വാസമുള്ളൂ. കർത്താവ് അല്പവിശ്വാസിയെ പത്രോസിനോട് ചോദിക്കുക. അപ്പൊ പലരും അല്പവിശ്വാസികളുണ്ട്, 3/4 വിശ്വാസികളുണ്ട്, 100% വിശ്വസിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കൂട്ടത്തില്. പക്ഷേ നമ്മൾ എത്രയാണോ നമ്മുടെ വിശ്വാസം നമുക്കുള്ളത്, ആ വിശ്വാസം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക. അത് ആണ് ഒന്നാമത്തെ കാര്യം. യഥാർത്ഥത്തില് ഞാൻ വിശ്വാസം എന്ന പോയിന്റാണ് ആദ്യം എടുക്കാൻ കാരണം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നോക്കിയേ, ഈ പ്രപഞ്ചം ഓടുന്നത് തന്നെ, ഈ ലോകം ചലിക്കുന്നത് തന്നെ അന്യോന്യമുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു വിശ്വാസവും മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെയും ബേസിക്കിലാണ് ഈ ലോകം ഉരുളുന്നത് തന്നെ. ഓർത്തു നോക്കിയേ, നമ്മുടെ നാട്ടില് ഇടതുവശത്തൂടെ വാഹനം ഓടിക്കുന്നു. അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ട്, എന്താ, മറുവശത്ത് വരുന്ന വാഹനമെല്ലാം വലതുവശത്തൂടെ വരികയുള്ളൂ, അതെന്നെ ഇടിക്കാതെ കടന്നു പോകും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടതുവശത്തൂടെ ഓടിക്കുന്നത്. ഗൾഫിൽ ചെന്ന് നമുക്കറിയാം, അവിടെ വലതുവശത്തൂടെ വാഹനം ഓടിക്കുന്നത്. അപ്പോ ഇടതുവശത്തൂടെ പോകുന്ന വാഹനം എതിർവശത്ത് വരുന്നത് വലതുവശത്തൂടെ ആണെന്നുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസം തെറ്റുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. നമ്മുടെ വാഹനം വശത്തൂടെ പോകുന്നു, അപ്പൊ വേറെ ഏതെങ്കിലും ഒരു വാഹനം തെറ്റിച്ച് കയറി വന്നാൽ കൂട്ടിയിടി സംഭവിക്കും. എപ്പോഴാണോ മനുഷ്യര് തമ്മിലുള്ള വിശ്വാസത്തിന് ഭംഗം വരുന്നത്, അപ്പോൾ കൂട്ടിയിടി സംഭവിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്യും. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് എപ്പോഴാണോ ഭംഗം വരുന്നത്, എപ്പോഴാണോ തടസ്സം വരുന്നത്, അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിന് താളഭംഗം സംഭവിക്കും. ഞാന് കുടുംബങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗ് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിങ്ങൾക്ക് എത്ര ശതമാനം വിശ്വാസമുണ്ട്? ആരും പറയാതെ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. എന്നാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് 100% വിശ്വാസമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത പങ്കാളിയിൽ നമുക്ക് 100% വിശ്വാസമുള്ളത്. ഞാൻ എന്നിട്ട് തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, ജീവിത പങ്കാളിയിൽ 99% വിശ്വാസമുള്ളവരൊന്ന് കൈപൊക്കിക്ക്.
ആരും കൈവെക്കാൻ കാണത്തില്ല. കാരണം എല്ലാവരുടെയും ആഗ്രഹം 100% വിശ്വാസം എന്നാണ്. ഇനി അത് 99 ആയെന്ന് വിചാരിച്ചു. ആയാൽ ഒരു അപകട ആകുമ്പോൾ ആ വിശ്വാസം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പങ്കാളിയിൽ നമുക്ക് 100% എന്നും വിശ്വാസം. കർത്താവ് സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമായിട്ട് താരതമ്യം ചെയ്യാറുണ്ടല്ലോ. അപ്പോ നമ്മുടെ ജീവിത പങ്കാളിയിൽ നമുക്ക് 100% വിശ്വാസമെങ്കിൽ കർത്താവിൽ നമുക്ക് എത്ര ശതമാനമായിരിക്കണം വിശ്വാസം? അതും 100-ൽ 100 ആയിരിക്കണം. അത് പരിശോധിക്കേണ്ടത് നമ്മളാണ്. അത് 99 ആകാൻ പാടില്ല. ചുരുങ്ങിയ പക്ഷം 100 ആകാൻ വേണ്ടി, അല്ലെങ്കിൽ 100-ൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും വേണം. കർത്താവിലുള്ള വിശ്വാസം നമുക്ക് 100%. നമുക്കറിയാം, നമ്മുടെ ഭർത്താവിൽ ഭാര്യയ്ക്കുള്ള വിശ്വാസത്തിന് ഒത്തിരി നമുക്ക് തെളിവുകളുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാർ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഭാര്യ എന്ത് ചെയ്യും? പുറകിലിരുന്നുകൊണ്ട് ഭർത്താവിന്റെ തോളയിലോട്ട് പതുക്കെ ഒരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സഹോദരിമാരോട് പറയും, നിങ്ങൾ ആ പുറകിൽ കയറി ഇരിക്കുമ്പോൾ എന്ത് ചെയ്തോണം? ഒരു കൈ കൊണ്ടെങ്കിലും ബൈക്കിന്റെ ഹാൻഡിൽ എവിടെയെങ്കിലും ശക്തമായി പിടിച്ചോണം. തോളിൽ ഇങ്ങനെ ചുമ്മാ ഒരു കൈ വെച്ചോണ്ടിരുന്നാൽ ഒരു ഗട്ടറിൽ ചാടുമ്പോൾ രണ്ടുപേരും മറിഞ്ഞടിച്ച് വീഴും. കൂടുതൽ വീഴാൻ സാധ്യതയുള്ളത് പുറകിലിരിക്കുന്നവരാണ്, കാരണം പിടുത്തമില്ലാത്തത് കൊണ്ട്. ഞാൻ സഹോദരിമാരോട് പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ ജീവിത പങ്കാളി ഭർത്താവിൽ പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് അവരുടെ ധാരണ ഈ 4 പേരിൽ ഇങ്ങനെ ഭർത്താവിന്റെ തോളിൽ ഇങ്ങനെ വെച്ചാല് തനിക്കൊരു ആപത്ത് സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അവര് ബൈക്കിന്റെ പുറകിൽ സഞ്ചരിക്കുന്നത്. അതൊരു പൂർണ്ണ വിശ്വാസത്തിന്റെ ഒരു എക്സാമ്പിള് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പരസ്പരമുള്ള ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാമെങ്കിലും കർത്താവെ, എന്റെ വിശ്വാസത്തെ ഞാൻ അവിടുത്തെ പാദവൃത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. അതാണ് പ്രധാനം. എന്റെ ഉപനിധി, എന്റെ ഒരു നിധിയാണ് അത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് കർത്താവിലുള്ള വിശ്വാസം. ആ വിശ്വാസം കർത്താവെ ഞാൻ അവിടുത്തെ പാദവൃത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന് അറിയാം ഇത്രേ ഉള്ളൂ എന്ന്. ഇനി നമ്മളങ്ങനെ നമ്മുടെ വിശ്വാസം സമർപ്പിച്ചില്ല എന്ന് വിചാരിച്ചു, അപ്പോൾ എന്താ സംഭവിക്കും? അപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഈ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിച്ചാൽ അറിയാം, 1-ാം അധ്യായം വായിച്ചാൽ അറിയാം. വിശ്വാസമുള്ളവർ മാത്രമേ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 8 വരെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. അവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാണ്. ആര്? പൂർണ്ണ വിശ്വാസമില്ലാത്തവൻ. ഇപ്പൊ പൂർണ്ണ വിശ്വാസം സാധ്യമാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്താ? നമ്മൾ പൂർണ്ണ വിശ്വാസത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ പാതയിലാണ്. പൂർണ്ണ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ദൈവം തമ്പുരാനാണ്. പക്ഷെ നമുക്കുള്ള വിശ്വാസം നമ്മൾ കർത്താവിന്റെ പാദവൃത്തിങ്കിൽ സമർപ്പിക്കണം. ഇനി ആ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്താ? കർത്താവിലുള്ള വിശ്വാസം 100-ന് 100 ആയാലുള്ള ഗുണം എന്താ? ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ വിശ്വാസം കുറഞ്ഞു 99, 98 പുറകോട്ടായാൽ എന്താ? ഒരുപാട് ദോഷങ്ങളുമുണ്ട്. കർത്താവിലുള്ള വിശ്വാസം 100% ആയാലുള്ള മെച്ചം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ സൂചിപ്പിക്കാം. കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മവിശ്വാസവും കൂടും. മനുഷ്യന് സ്വന്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരാണ് ആത്മവിശ്വാസം. ഇംഗ്ലീഷില് സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. അപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് വി ആർ ഡബിൾ സ്ട്രോങ്. വൈ നമ്മൾ ഡബിൾ സ്ട്രോങ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. അതെല്ലാ മനുഷ്യർക്കും ലോകത്തിലുള്ളതാണ്. അതിന് ഏറ്റക്കുറച്ചുകളുണ്ടാവും. ആ ആത്മവിശ്വാസത്തോടൊപ്പം ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വഴി നടത്തുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട് എന്നുള്ള ആ വിശ്വാസം. എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും നമ്മളുടെ ആത്മാവ് ദൈവത്തിലും ഉള്ള ആ വിശ്വാസ പ്രമാണമാണ് ക്രിസ്തുമാർഗം എന്ന് പറയാൻ പറയാം. ഇതെല്ലാം ബൈബിളിലുള്ള കാര്യമാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും വരുമ്പോൾ ആ വിശ്വാസ സംഹിതയ്ക്കാണ്, ആ മാർഗത്തിലാണ് ക്രിസ്തുമാർഗം എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്, ആശയ സംഹിതകളുണ്ട്, ചിന്താധാരകളുണ്ട്. ഇതേപോലെ ചിന്താധാരയുള്ള ഒരു വിശ്വാസ മാർഗവുമില്ല. ഇന്ത്യയിൽ നമുക്കറിയാം ഹൈന്ദവ മാർഗക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മതക്കാരാണ് കൂടുതൽ. അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവവും മനുഷ്യനും ഒന്നാണെന്നാണ്. ദൈവവും മനുഷ്യനും ഒന്നാണെന്നാണ്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പകരം
ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും നമ്മുടെ ആത്മാവ് ദൈവത്തിൽ. അപ്പൊ ഈ കർത്താവിലുള്ള വിശ്വാസം ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമുക്കറിയാം ആത്മവിശ്വാസം നമുക്ക് കൂടും, നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമാവും. അതുപോലെ തന്നെ ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ നില, സമനില, അതിന്റെ ശാന്തത, മനസ്സിന്റെ ശാന്തമായ അവസ്ഥ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിക്കനുസരിച്ച് നമുക്ക് ധൈര്യം വർദ്ധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞ അല്പവിശ്വാസിയെ നീ എന്തിനെ ഭയപ്പെട്ടു? കാരണം കർത്താവിലുള്ള വിശ്വാസത്തിന് ഭംഗം വന്നു. ഒരു ഭൂതമെന്ന് കരുതി കർത്താവിനെ കണ്ട് പത്രോസ് പേടിച്ച് നിലവിളിച്ചപ്പോഴാ കർത്താവ് ചോദിക്കുന്ന അല്പവിശ്വാസിയെ നീ എന്തിനെ ഭയപ്പെട്ടു? അപ്പൊ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം 100-100 നമ്മുടെ ധൈര്യം വർദ്ധിക്കും, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കും. നമുക്കറിയാം നമ്മുടെ അങ്ങനെ തിരിച്ചാണെങ്കിലോ നമ്മുടെ പേടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവിലുള്ള വിശ്വാസം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പേടി വർദ്ധിക്കും. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, ചെറിയ മുറിവുണ്ടായി. അത് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ പിന്നെയും നമ്മളത് ചൊറിഞ്ഞ് ആ മുറിവ് പിന്നെയും ഇങ്ങനെ ഇളകി പിന്നെയും. അപ്പൊ നമ്മൾ നെറ്റിൽ നോക്കും, ഉണങ്ങാത്ത മുറിവുകൾ. ഇപ്പൊ നെറ്റാണല്ലോ പലരുടെയും ദൈവം. അപ്പം നെറ്റിൽ നോക്കുമ്പോൾ ഉണങ്ങാത്ത മുറിവ്. അപ്പൊ നമുക്ക് സംശയമായി, ഉണങ്ങാത്ത മുറിവ് എന്ന് പറയുന്നത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മുടെ അയലോക്കത്ത് സംഭവിച്ചിട്ടുണ്ട്. ഉണങ്ങാത്ത മുറിവ് എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ലക്ഷണമാണ്. നെറ്റെടുത്ത് നോക്കുമ്പോഴേ നമ്മൾ കാണുകയായി. അപ്പൊ നമ്മൾ ഭയം വർദ്ധിക്കുകയായി. എന്താ സംഭവം? വെറും ഒരു ചൊറിയായിരിക്കാം, അത് ചൊറി മാന്തി വ്രണമാക്കുന്നത് നമ്മൾ തന്നെയാ. എന്നിട്ട് നമ്മൾ തന്നെ ഭയപ്പെടുകയാണ്, ഒരാഴ്ചയായി അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായി ഇത് ഉണങ്ങുന്നില്ല, നമുക്ക് ഷുഗറും ഉണ്ട്, അപ്പൊ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിലേക്ക് സംശയം വർദ്ധിക്കുകയായി. ചിലർക്ക് രോഗഭയമാണ്, ജീവിതത്തിലുടനീളം രോഗഭയമാണ്. തലവേദന വന്നാൽ ഉടനെ അത് തലച്ചോറിന്റെ അകത്തെ ക്യാൻസറാണ്. വയറിന്റെ അകത്ത് വേദന വന്നാൽ ഉടനെ അത് അൾസറാണ്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ ചിന്തകൾ നമ്മളെ ഭയപ്പെടുത്താൻ തുടങ്ങുകയാണ്. ഹൈപ്പോകോൺട്രിയ എന്നാണ് അതിനെ പേര് പറയുന്നത്. രോഗമാണ്, തനിക്ക് സർവത്ര രോഗമാണ് എന്നുള്ള ഭയം, ഹൈപ്പോകോൺട്രിയ. അതിങ്ങനെ പലർക്കും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ വിശ്വാസം സീലിട്ട് മുദ്ര ചെയ്യുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ രോഗത്തിന്റെ രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സാമ്പത്തിക ഞെരുക്കങ്ങളാണെങ്കിലും എല്ലാ പ്രതിസന്ധികളും നമ്മൾ അതിജീവിക്കുന്നത് നമ്മുടെ കർത്താവിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നതിനെ ആസ്പദമാക്കിയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് ഓർമ്മിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ ബലഹീനനായിക്കൊണ്ടിരിക്കും. അകത്തെ മനുഷ്യൻ എന്നും മാനസികമായി തളർന്നുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിന്റെ തീവ്രതയിൽ രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിവുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളും വിശ്വാസത്തിന്റെ തീവ്രതയിൽ നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന കാര്യം നിശ്ചയിച്ചു. നമ്മുടെയൊക്കെ ജീവിതം അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ശക്തി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് സൈക്കോ സൊമാറ്റിക് ഇൽനെസ് വർദ്ധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൈക്കോ സൊമാറ്റിക് ഇൽനെസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. അതായത് മനസ്സിന്റെ പ്രയാസം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. മനസ്സിന് അമിതമായ ഭാരം കൂടുമ്പോൾ, അമിതമായ ആകുല ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ദുർബലമായി ശരീരത്തിന് പിടിപെടുന്ന രോഗത്തിന് പറയുന്ന പേരാണ് സൈക്കോ സൊമാറ്റിക് ഇൽനെസ്. ആ കൂട്ടത്തില് നമ്മൾ കൊടിഞ്ഞി എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗം വരും. മൈഗ്രെയിൻ്റെ ഒരു നല്ല കാരണം മാനസികമായ പ്രയാസങ്ങളും ചിന്താഭാരങ്ങളുമാണ്. അത് നമുക്കറിയാം. സഹോദരിമാർക്കൊക്കെ, ഒട്ടുമിക്ക സഹോദരിമാർക്കും നടുവേദനയുടെ ഒരു പ്രധാന കാരണം അത് ഏത് ഡോക്ടറെ നോക്കിയിട്ട് ഏത് ഓർത്തോപീഡിക്കിനെ കാണിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു കാരണം കേട്ടുപോകുന്ന പ്രിയ സഹോദരിമാരെ, അത് മനസ്സിന്റെ ടെൻഷൻ കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നടുവേദന എന്തിനേറെ പറയുന്നു, അൾസറിന് സാധ്യതയുണ്ട്. അതായത് നമ്മൾ ആകുല ചിന്തയിൽ പെടുമ്പോൾ നമ്മുടെ വയറിന്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകൾ അതിന്റെ ഫലമായി നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് തടസ്സം നേരിടുന്നു, അൾസറുകൾ സംഭവിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങളിലെ തലവേദന മുതൽ ഹൃദ്രോഗം വരെ വരാനുള്ള സാധ്യത മനസ്സിന്റെ ആകുല ചിന്ത കൊണ്ടുണ്ടാവും. ഈ ആകുല ചിന്തയ്ക്ക് മറുപടി എന്താണ്? ഞാൻ പരിശോധനകൾക്ക് പറയാറുണ്ട്, എല്ലാ ആകുല ചിന്തകൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, അത് മനസ്സിനായെങ്കിലും ശരീരത്തിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും സഭയിലാണെങ്കിലും
എവിടെയാണെങ്കിലും ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും മറുപടി എന്ന് പറയുന്നത് ഒരൊറ്റ മൂലികയെ ലോകത്തിലുള്ളൂ, ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ഒരു ഗുളികയെ അതിന് പരിഹാരമായിട്ടുള്ളൂ. അത് ലോകത്തിന്റെ ആന്റി വെനമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകം മുഴുവൻ വിഷമയമാണ്, ലോകം മുഴുവൻ വിഷമയമാണ്. കണ്ടില്ലേ പത്രത്തിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും വളരെ നീചമായി പ്രവർത്തിക്കും, നമ്മളെ ഭരിക്കുന്നവർ പോലും അതിനീചമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിനൊക്കെ പരിഹാരം, എല്ലാത്തിനും പരിഹാരം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആന്റി വെനമാണ്. വെനം എന്ന് പറഞ്ഞാൽ വിഷം. നമ്മളൊരു പാമ്പ് കടിയേറ്റ് ആശുപത്രിയിലേക്ക് എന്നാൽ ഉടൻ നമ്മൾ കുത്തിവെക്കുന്നതാണ് ആന്റി വെനം. അപ്പൊ ലോകത്തിന്റെ ആന്റി വെനമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിലുള്ള വിശ്വാസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കാം. നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ശക്തി അനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലവും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വലതും പ്രാപിക്കുമെന്ന് വിചാരിക്കരുത്. എങ്ങനെയുള്ള മനുഷ്യൻ? ഇരുമനസ്സുള്ള മനുഷ്യൻ. ഇരുമനസ്സുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന്, വല്ലതും മറുപടി ലഭിക്കുമെന്ന് വിചാരിക്കരുത്. അവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കണമെങ്കിലും അത് വിശ്വസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നു എന്ന വിശ്വാസത്താൽ. ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലും ശൈലിയിലും, നമ്മൾ മോഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നമ്മൾ കർത്താവിന് മുമ്പിൽ വെക്കുന്ന ആ പദ്ധതി അനുസരിച്ച് കർത്താവ് നമുക്ക് മറുപടി തരുമെന്നല്ല, പിന്നെയോ നമുക്കൊരു മറുപടി കിട്ടിയിരിക്കും. അതാണ് പ്രാർത്ഥന. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10, 60, 70 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എഴുതിയ ഒരു ഹൈന്ദവ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാമലിംഗം പിള്ള എന്നാണ്. രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിൽ അദ്ദേഹം തിരുവിതാംകൂറിലൂടെ ഓരോ കാര്യങ്ങളും ചോദിച്ച പേരൊക്കെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ഓരോ പല വാക്കുകളുടെയും, പല ഇംഗ്ലീഷ് വാക്കുകളുടെയും പേരറിയാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം പലരോടും ഇങ്ങനെ ചോദിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷില് പെന്റിക്കോസ്റ്റ് എന്ന വാക്കറിയാം. പെന്റിക്കോസ്റ്റ് എന്താണ്, അപ്പൊ എന്താ ആ വാക്ക് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ അറിയാം, പക്ഷെ വാട്ട് ഈസ് പെന്തക്കോസ്റ്റ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഹൂ ഈസ് പെന്തക്കോസ്റ്റ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഉടനെ അദ്ദേഹം തിരുവിതാംകൂറിൽ ഇറങ്ങി ചോദിച്ചു കാണും, ആളുകളോട് ചോദിച്ചു കാണും, ആരാണ് ഈ പെന്തക്കോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് പെന്തക്കോസ്റ്റ് എന്നിങ്ങനെ ആ പ്രദേശങ്ങളിൽ പലരോട് അന്വേഷിച്ചു കാണും. അങ്ങനെ ചോദിച്ച് അദ്ദേഹം പോയി ഏതെങ്കിലും ഒരു ഗ്രാമത്തില് അല്ലെങ്കിൽ കൊച്ചു പട്ടണത്തിൽ ചെന്നപ്പോ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അടുത്തൊരു കൂട്ടർ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ഏത് സമയവും പാട്ടും പ്രാർത്ഥനയും മാത്രമേ അവർക്കുള്ളൂ. അവരെ വിളിക്കുന്ന പേര് പെന്തിക്കോസുകാരനാണെന്ന് അവര് ഈ പണ്ഡിതനോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം തന്റെ ബുക്കിൽ എഴുതി വെച്ചു, പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഭാഗം. എന്റെ സഹോദരങ്ങളെ, മനസ്സിലായോ? പെന്റിക്കോസ്റ്റ് എന്ന വാക്കിന് മഹാപണ്ഡിതനായ ഡിക്ഷണറി എഴുതിയ ഇംഗ്ലീഷ് മലയാളം, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എഴുതിയ ഹൈന്ദവനായ പണ്ഡിതൻ രാമലിംഗം പിള്ള എഴുതി വച്ചിരിക്കുന്നത്, ഇന്നും നിങ്ങളുടെ വീട്ടിൽ ആ ഡിക്ഷണറി ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ അറിയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1970 ആ പരിഭാഷയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ എഡിഷനിലാണ് ഉള്ളത്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ്, പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഭാഗം ആണ് പെന്റിക്കോസ്റ്റ്. നമ്മൾ എഴുതല്ല, നമ്മൾ വിശ്വാസികൾ പറയുന്നതല്ല, ഹൈന്ദവനായ അദ്ദേഹം പറഞ്ഞതാ. നമുക്കിന്ന് എത്രമാത്രം പ്രാർത്ഥനയില്ല ആ വിശ്വാസമുണ്ട്, ആ ഉറപ്പുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകണം. ആ ഉറപ്പോടുകൂടി, പിന്നെ ഞാൻ ഓർപ്പിക്കുന്നത് എത്രയാണോ ഉറപ്പ്, 100ൽ 100% നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കണം, കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് കർത്താവ് എനിക്ക് ഇത്രയാണ് വിശ്വാസമുള്ളത്, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നമുക്കൊരു പക്ഷേ 99 ആയിരിക്കാം, 98 ആയിരിക്കാം, 100ൽ വെറും 10% ഉള്ളത്, ഒന്നും പറയാൻ പറ്റത്തില്ല. അനേക ആളുകൾ അങ്ങനെ ഉണ്ടെന്ന്. വെറുതെ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്, ചുമ്മാ വിശ്വാസിയാന്ന് പറയുന്നവരുണ്ട്. വളരെ കുറവായിരിക്കും പലർക്കും വിശ്വാസം. നമ്മൾ കർത്താവിന് മുമ്പിൽ ആ ഉള്ള വിശ്വാസം സമർപ്പിച്ച്, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് എന്റെ ഉപനിധി. അപ്പൊ വിശ്വാസം എന്ന എന്റെ ഉപനിധി കർത്താവേ ഞാൻ അങ്ങേ പാദപീഠത്തിങ്കൽ സമർപ്പിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ നമ്മുടെ ഉപനിധി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്നത്
സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളായും ജില്ലകളായും താലൂക്കുകളായും വില്ലേജുകളായും വിഭജിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ലോകം മുഴുവനുള്ള ഒരു സംവിധാനമാണ് കുടുംബങ്ങൾ. ആ കുടുംബത്തെ അത് ലോകത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അത് ദൈവം തമ്പുരാൻ സ്ഥാപിച്ചതാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ടല്ലോ. അപ്പോ നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മളെ തന്നെയും ദൈവകരങ്ങളിലേക്ക്, ദൈവപാദവൃത്തിയിലേക്ക് സമർപ്പിച്ച കർത്താവേ, ഞാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എന്താണ് നമ്മുടെ വിഷയം? നമ്മുടെ പാഠ്യവിഷയം എന്താണ്? എൻ്റെ ഉപനിധി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ഉപനിധി സമർപ്പിക്കുന്നു. എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എന്താ കുടുംബത്തിന്റെ പ്രാധാന്യം? പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ, നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിൽ ഇപ്പൊ നമുക്കറിയാം, കുടുംബ ബന്ധങ്ങൾ തകരാറാകുന്നതിന്റെ അപകടം. ടെലിവിഷൻ നമുക്ക് തുറക്കാൻ വയ്യ. പ്രത്യേകിച്ച് നമ്മുടെ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ടെലിവിഷൻ തുറക്കാൻ വയ്യ. വളരെ അശ്ലീലകരമായ, വളരെ മോശമായ കാര്യങ്ങളാണ് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോഴേ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താ? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതുകൊണ്ട്. കുടുംബത്തിന്റെ പ്രാധാന്യം എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കതൊന്ന് പഠിക്കാൻ ശ്രമിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ്. ദൈവം നമുക്ക് നൽകിയതാണ്. നമ്മുടെ മാനസികമായ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ ശാരീരികമായ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ ആത്മികമായ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷമുള്ള അല്ലെങ്കിൽ ഇമ്പം ഉണ്ടാക്കുന്നതാണല്ലോ കുടുംബം. അപ്പം ഇമ്പമുള്ള ഒരു കുടുംബമല്ല എങ്കിൽ, സന്തോഷമുള്ള ഒരു കുടുംബമല്ല എങ്കിൽ ആ കുടുംബത്തിൽ ഹിറ്റ്ലർമാർ ജനിക്കും. ഹിറ്റ്ലർ നിങ്ങൾ കേട്ട് കാണും. ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളിയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഹിറ്റ്ലർ, ജർമ്മൻ ഏകാധിപതി. അദ്ദേഹം അങ്ങനെ ആയിത്തീരാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ തകർന്ന കുടുംബ ബന്ധങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധമല്ല. അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്രായത്തിലെ മരിച്ചുപോയി. അദ്ദേഹത്തെ വളർത്തിയത് വല്യമ്മയാണ്. ആ വല്യമ്മ എന്ന് പറയുന്നത് ഒരു മാനസികമായി സമനില തെറ്റിയ ഒരു സ്ത്രീ ആയിരുന്നു. മാത്രമല്ല, അവർ യഹൂദ സ്ത്രീയുമായിരുന്നു. അതായിരിക്കണം ഒരുപക്ഷെ ഹിറ്റ്ലർ വളർന്നപ്പോൾ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഒരു കാരണം തന്നെ ചെറുപ്രായത്തിൽ സുഖമില്ലാത്ത അവസ്ഥയിൽ വളർത്തിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപദ്രവിച്ചു കാണും ഈ വല്യമ്മ ഈ കൊച്ചു പയ്യനെ. ആ വല്യമ്മയോടുള്ള അല്ലെങ്കിൽ അവരുടെ വർഗത്തോടുള്ള വംശീയ വിദ്വേഷമായിരിക്കണം ഒരു കാരണം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ. വേറൊരു കാരണം കേട്ടോണം, ഈ ഹിറ്റ്ലറുടെ അപ്പൻ ഒരു വലിയ മദ്യപാനിയായിരുന്നു, കൊടിയ മദ്യപാനിയായിരുന്നു, ക്രൂരനായ മനുഷ്യനായിരുന്നു. അപ്പോൾ ഇന്നും സന്ധ്യയ്ക്ക് തന്റെ ജോലി കഴിഞ്ഞു വന്ന് മുട്ടെ കുടിച്ച് ഈ മനുഷ്യൻ വന്നിട്ട് കൊച്ചു പയ്യനായ 8 വയസ്സോ 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഹിറ്റ്ലറെ മരത്തിൽ പിടിച്ച് കെട്ടിയിടും. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ക്രൂരമായി അടിക്കാൻ തുടങ്ങും. വടിയെടുത്ത് അടിച്ച് ചതച്ച് ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന കൊച്ചു ബാലൻ അടികൊണ്ട് പൊളഞ്ഞ് അവന്റെ നിക്കറിൽ കൂടെ അവൻ മൂത്രം ഒഴിച്ച് ആ മൂത്രം നിലത്തൂടെ പരന്ന് ഒഴുകുന്നതുവരെ ഈ ക്രൂരനായ അപ്പൻ അടി തുടരുമായിരുന്നു. ഹിറ്റ്ലർ വളർന്ന് ഓരോ രാജ്യങ്ങളും കീഴ്പ്പെടുത്തി അവിടെയുള്ള ആളുകളെ കൊലപ്പെടുത്തി അവരെ നശിപ്പിക്കുമ്പോൾ ഇയാള് തന്റെ അപ്പനോട് പ്രതികാരം ചെയ്യുകയായിരുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരെ പറയുന്നത്. അപ്പൊ അങ്ങനെ തകർന്ന കുടുംബങ്ങളിൽ നിന്ന് ഹിറ്റ്ലർ ഉണ്ടാവും. അതേസമയം സ്നേഹമുള്ള കുടുംബത്തിൽ നിന്ന് അബ്രഹാം ലിങ്കന്മാർ ജനിക്കും. ഇന്നും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗോവിന്ദച്ചാമി എവിടെയാണ് ഉണ്ടായെന്ന കാര്യത്തിൽ നിസ്സംശയം പറയാം, അതൊരു ബ്രോക്കൺ ഫാമിലിയുടെ ഉൽപ്പന്നമാണ്. ഹിറ്റ്ലർ എവിടെ ജനിക്കും? ഇനിയും ഹിറ്റ്ലർമാർ ജനിക്കും ബ്രോക്കൺ ഫാമിലിയിൽ നിന്നും. ഇനിയും അബ്രഹാം ലിങ്കന്മാരുണ്ടാവും സ്നേഹമുള്ള കുടുംബത്തിൽ നിന്നും. അബ്രഹാം ലിങ്കന്റെ അമ്മയും ചെറുപ്രായത്തിൽ മരിച്ചുപോയി. എന്നാൽ അബ്രഹാം ലിങ്കനെ നോക്കാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ 2ാം ഭാര്യ അല്ലെങ്കിൽ 2ാം അമ്മ എന്ന് പറയുന്നത് ആദ്യ അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. അബ്രഹാം ലിങ്കനെ ജീവിത പ്രതിസന്ധിയിൽ പിടിച്ചുയർത്തിയത് ഈ 2ാം അമ്മയാണ്. ഓരോ ദിവസവും പത്രവാർത്തയിൽ നമുക്ക് കേൾക്കാം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്. 2ാം അച്ഛൻ അല്ലെങ്കിൽ 2ാം അമ്മ. അബ്രഹാം ലിങ്കനെ 2ാം ഭാര്യയായി വന്ന ആ സ്ത്രീയാണ് ഈ അബ്രഹാം ലിങ്കനെ ജീവിത പരീക്ഷകളിൽ കൈപിടിച്ചുയർത്തിയത്. വളരെ ദരിദ്രമായ കുടുംബത്തിൽ പട്ടിണി മൂലവും രോഗം മൂലവും തന്റെ 3 സഹോദരങ്ങള് പട്ടിണി കിടന്ന് മരിച്ചുപോയി എന്നാണ് അബ്രഹാം ലിങ്കന്റെ ചെറുപ്രായത്തിൽ തന്നെ. എന്നിട്ടും ആ പൈതലിനെ കൈപിടിച്ച് ഉയർത്തി. അത് സ്നേഹമുള്ള കുടുംബത്തിലായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് ഓർത്തിരുന്നോണം, കൊമ്പത്തെ ആലോചനയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ പദവിയോ അവരുടെ സൗന്ദര്യമോ അവരുടെ സമ്പത്തോ ഓസ്ട്രേലിയയിലാണോ അതൊക്കെ നമുക്ക് 2ാമത്തെയോ 3ാമത്തെയോ 5ാമത്തെയോ കാര്യമാണ്.
ആദ്യം അന്വേഷിക്കേണ്ടത് ഈ പയ്യൻ അല്ലെങ്കിൽ ഈ മോള് ആത്മീയതയുള്ള കുടുംബത്തിലാണോ, സ്നേഹമുള്ള കുടുംബത്തിലാണോ എന്നാണ് ഒന്നാമത് അന്വേഷിക്കേണ്ടത്. സ്നേഹമുള്ള കുടുംബത്തിലാണോ, പിന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പൊ സ്നേഹമുള്ള കുടുംബം ആയിരിക്കണം. ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ തന്നെ 3 സായാണ്, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. 3 സായാണ് ക്രിസ്തുമാർഗം: സ്നേഹം, സന്തോഷം, സമാധാനം. ഒന്നും കൂടെ പറയാം: സ്നേഹം, സന്തോഷം, സമാധാനം ഈക്വൽ ടു ക്രിസ്ത്യാനിറ്റി. അപ്പൊ അത് തന്നെ ആയിരിക്കണം ഒരു കുടുംബത്തിലെ 3 പ്രധാന മുദ്രാവാക്യങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ഇതില്ലാത്ത കുടുംബത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. കുടുംബം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വിശദമായി പറയാതെ നമുക്ക് അവസരം തന്നാൽ നമുക്ക് പഠിക്കാം. ഞങ്ങളൊരു കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്. സുവിശേഷ വേലയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയും വീട്ടമ്മമാർക്ക്, സൺഡേ സ്കൂൾ അധ്യാപകർക്ക്, സുവിശേഷകർക്കൊക്കെ ആയിട്ടൊരു കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പൊ അതിന്റെ 3ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. 150ഓളം പേര് ഓൺലൈനായി പഠിക്കുന്നതാണ്. നിങ്ങൾക്കും താല്പര്യമെങ്കിൽ അതിൽ ചേരാൻ അടുത്ത ബാച്ച് അടുത്ത മെയിൽ തുടങ്ങും. ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും നമ്മുടെ സഹോദരി ബീന ജയ്ക്കയുടെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. ഫ്രീ കോഴ്സാണ്. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് രാത്രി 8:30-ക്കാണ് ആ ക്ലാസ് നടക്കുന്നത്. ഓൺലൈനാണ്. SSLC വരെ പഠിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ചേരാം. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോ കുടുംബം എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരോട് ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് ഞാൻ കാണുന്നത് വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ സഹോദരിമാരാ. സഹോദരിമാരെ, ഞാൻ വിവാഹ ശുശ്രൂഷ വേളയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലെ വീട്ടമ്മ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുല്യമാണ്. ഇന്ത്യയുടെ ഭരണത്തലവൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, പതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭർത്താവ് എന്നാണ്. രാജ്യത്തിന്റെ ഭർത്താവാണ് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്. പക്ഷെ ഇന്ത്യ മഹാരാജ്യം ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യക്ക് അപകടം സംഭവിച്ചാൽ, ഇന്ത്യക്ക് ഒരു നേട്ടം സംഭവിച്ചാൽ, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടന്നാൽ അതിന് മറുപടി പറയുന്നതും ആദ്യം ചാടി ഇറങ്ങുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് വീട്ടമ്മ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, വീട്ടിലെ പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രി മാത്രമല്ല, വീട്ടമ്മ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയാണ്. ഈ ഫ്രിഡ്ജ് വാങ്ങണോ, വാഷിംഗ് മെഷീൻ വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് നിശ്ചയിക്കുന്ന ആരാ? ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും വീട്ടമ്മയാണ്. ഇനി വേണ്ട, വീട്ടിലെ ഒരു കൊച്ച് ആദ്യം ഉണ്ടാകുമ്പോഴേ ആ കൊച്ചിനെ എടുത്തോണ്ട് പപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാരാ? യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നീ കൊച്ചിനെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതാരാ? അതും വീട്ടമ്മയാണ്. അതായത് ആ വിദ്യാഭ്യാസ മന്ത്രിയും വീട്ടമ്മയാണ്, ധനകാര്യമന്ത്രിയും വീട്ടമ്മയാണ്. ഇനി പോലീസ് മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, ഒരു വീട്ടിലെ ആഭ്യന്തരമന്ത്രി ആരാ? അതും വീട്ടമ്മയാണ്. ഇപ്പൊ കൗമാരക്കാരായ മക്കളും അപ്പനുമായിട്ട് മിക്കവാറും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. +2 പഠിക്കുന്ന മോൻ പറയും നാളെ എനിക്ക് പൂരി വേണം. അപ്പൊ മോള് പറയും നാളെ എനിക്ക് നൂഡിൽസ് മതി. അവർ തമ്മിൽ വഴക്ക്. ഉടനെ ഇത് കേട്ടോണ്ട് അപ്പൻ ഒച്ച വെക്കും, നാളെ കപ്പ പുഴുങ്ങിയാൽ മതി ഈ വീട്ടില്. ഇപ്പൊ പാവം വീട്ടമ്മ ആകെ ഞെട്ടും. ഇതിൽ ഏത് സ്വീകരിക്കും? കപ്പ പുഴുങ്ങിയാല് മക്കൾ തിന്നത്തില്ല. കപ്പ പുഴുങ്ങിയാല് മക്കൾ പറയും അപ്പൻ തിന്നോട്ടെ എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആ വീട്ടിലെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയും വീട്ടമ്മയാണ്. ഇത്രയധികം വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ് വീട്ടിലെ അമ്മ. അതാണ് വീട്ടിലെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയാൻ കാരണം. അതെല്ലാം സഹിക്കാനും അതെല്ലാം കൊണ്ടെടുക്കുവാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം തമ്പുരാൻ നമ്മുടെ സഹോദരിമാരെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ സഹോദരിമാരെ നിങ്ങൾക്ക് കരയാനുള്ള കഴിവ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്കും ആ കഴിവ് തന്നിട്ടുണ്ട് പുരുഷന്മാർക്ക്. പക്ഷെ ഞങ്ങൾ കരയാറില്ല. ഞങ്ങളുടെ ഒരു ധാരണ, കരഞ്ഞാൽ എന്തോ ഞങ്ങളുടെ ആ പുരുഷത്വം, അതായത് ഒരു പുരുഷൻ എന്നുള്ള ആ സംഗതിക്ക് എന്തോ തടസ്സം നേരിടുമെന്ന് വിചാരിച്ച് മനസ്സിലുണ്ടാകുന്ന ആകുലതകളും വ്യാകുലതകളെല്ലാം ഞങ്ങൾ സാധാരണയായിട്ട് ഞങ്ങളുടെ ഇടനെഞ്ചിലോട്ട് അടിച്ചമർത്തി വെച്ച് കോൺക്രീറ്റ് ഇട്ട് അവിടെ സൂക്ഷിക്കുക ചെയ്യുന്നത്. വളരെ വിഷമം പിടിച്ച മുഖത്തോടുകൂടി കയറി വരുന്ന കെട്ടിയനോട് ഭാര്യ ചോദിക്കും, എന്ത് പറ്റിയ മനുഷ്യ, പൊടി അവിടുന്ന് മിണ്ടാതിരിക്കടി. ഇതൊക്കെയാണ് മിക്ക പുരുഷന്മാരും പറയുന്നത്. ഭാര്യയോട് പോലും പങ്കുവെക്കാതെ കാര്യങ്ങളെ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞ കുടുംബത്തിന്റെ ആ മഹിമ പറയാൻ വേണ്ടിയ, കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠത. നമ്മുടെ ആ കുടുംബം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ്, ഇതെല്ലാം സമ്പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് സമർപ്പണം ഇല്ല എന്ന് കരുതുക, ആ കുടുംബം തകർന്നു. സദൃശവാക്യം 14:1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. അത് ഓക്കെയാ, വീട് പണിയുന്ന ഒരു വീട്ടമ്മയാണ്. ഇന്ത്യ രാജ്യം പണിയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റിനേക്കാൾ ഉപരി ഒരു വീട് പണിതെടുക്കുന്നത് വീട്ടമ്മയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റിലൊക്കെ ധാരാളം മദ്യപാനികളുണ്ട്, കുടുംബം നോക്കാത്തവരുണ്ട്, തോന്നിയ പോലെ ജീവിക്കുന്ന പുരുഷന്മാരുണ്ട്. എന്നിട്ടും ആ കുടുംബം
അടിയോടെ പറഞ്ഞു പോകാതിരിക്കാനുള്ള പ്രധാന കാരണം ആ വീട്ടമ്മ അങ്ങനെ അതിനെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. പക്ഷെ അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഭാഗത്ത് വായിക്കുന്നത് ഭോഷത്വമുള്ളവളോ അത് പൊളിച്ചു കളയുന്നതല്ല, അത് സ്വന്തം കയ്യാൽ പൊളിച്ചു കളയുന്നു. ഒരു കുടുംബം പൊളിക്കാൻ ഭർത്താവിന് കഴിയത്തില്ല, സാധാഗതി കഴിയത്തില്ല. എന്നാൽ കുടുംബം പൊളിക്കാൻ സ്ത്രീ വിചാരിച്ചാൽ കഴിയും. വീട്ടമ്മ വിചാരിച്ചാൽ കുടുംബം പൊളിയും, അടിയോടെ പൊളിയും, തറയോടെ പൊളിഞ്ഞു പോകും. സദൃശവാക്യം 14:1. ഞാനൊരു എക്സാമ്പിൾ പറയാം. 100 കണക്കിന് എക്സാമ്പിളുകളുണ്ട്. എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഗ്രാമത്തിലെ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം. ഒരു 9ാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ അധ്യാപകർ പിടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവള് ബഹളം വെക്കുന്നു, അടിയുണ്ട്, പിന്നെ ക്ലാസ്സിൽ ഇത് പൊട്ടിച്ചിരിയുന്നു, പൊട്ടിക്കരയുന്നു, പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് കൊച്ചിനോട് പറഞ്ഞു, മോളെ നന്നായി പഠിക്കണ്ടേ, നന്നായി ജീവിക്കണ്ടേ, നമുക്ക് നല്ല വലിയ ഉന്നതങ്ങളിൽ എത്തണ്ടേ എന്നൊക്കെ ഞാൻ ആ കൊച്ചിനോട്, 9ാം ക്ലാസ്സുകാരി പെൺകൊച്ചിനോട് ഞാൻ ചോദിച്ചു. അവളൊക്കെ എല്ലാം കേട്ടിട്ട് അവസാനം അവൾ ഇങ്ങനെ പറഞ്ഞു, സാർ, ഞാൻ എത്ര നന്നായി ജീവിച്ചിട്ടും കാര്യമില്ല, എൻ്റെ അമ്മ പിഴയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നെയും ആ കൂട്ടത്തിലെ നാട്ടുകാര് പെടുത്തുകയുള്ളൂ. പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു പെങ്കൊച്ച. ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഇത്രയും പറഞ്ഞിട്ട് അവള് ഇറങ്ങി ഓടിപ്പോയി. അപ്പൊ ഞാൻ അവളുടെ ക്ലാസ് അധ്യാപകനെയും മറ്റധ്യാപകരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഈ കൊച്ച് എന്തെങ്കിലും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ആ കൊച്ചിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം വിട്ടു. SSLC പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പാണ് സംഭവം. ആ കൊച്ചിന്റെ പുറകെ പോകാൻ, അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ അല്പം മനഃശാസ്ത്ര കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് കിരിയ. ഞാൻ അതിന് മെനക്കെട്ടില്ല. ഞാൻ ആ വിഷയം വിട്ടു. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അവള് 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ആദ്യ ആഴ്ചയിൽ തന്നെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആ കൊച്ച് ആത്മഹത്യ ചെയ്തു. എന്താ കാരണം എന്നറിയാവോ ഞാൻ പറഞ്ഞത്? ഏക മകളെ ഉപേക്ഷിച്ച് അവളുടെ അമ്മ എങ്ങോട്ടോ ഓടിപ്പോയി. അവളുടെ സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടി അവൾ ഓടിപ്പോയി. അപ്പൻ വലിയ മദ്യപാനിയും. നിങ്ങൾ ഓർത്തേ, അപ്പനെയും നഷ്ടപ്പെട്ടു, അങ്ങ് സ്നേഹനിധിയായ അമ്മയെ നഷ്ടപ്പെട്ടപ്പോ അവളുടെ മനസ്സിന്റെ സമനില തെറ്റി. കുടുംബ ബന്ധം എന്ന് പറഞ്ഞ അതാ എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ സ്ത്രീയെ സംബന്ധിച്ച് ഈ 14:1, ഭോഷത്വമുള്ളവൾ സ്വന്തം വീട് സ്വന്തം കയ്യാൽ പൊളിച്ചു കളയും. ആ കുഞ്ഞിന്റെ മുഖം കത്തിക്കരുവാളിച്ച ആ കൊച്ചിന്റെ മുഖം, അത് ഇപ്പൊ 2014 നടന്ന സംഭവമാണ്. ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ആ കൊച്ചിന്റെ പുറകെ പോയി അപ്പനെയും ഒക്കെ കണ്ടുപിടിച്ച് അവളെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കൊച്ചിന്ന് ജീവിച്ചിരുന്നേനെ എന്ന് വളരെ ദുഃഖത്തോടെ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങളുടെ ആ പവിത്രതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെയും. അപ്പോ അതിൽ ഭാര്യയ്ക്ക് പങ്കുണ്ട്. ഞാൻ പറഞ്ഞ ഭാര്യ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ വിഷമിക്കണ്ട. അപ്പോ സഹോദരന്മാരെ കുറിച്ചും ആ കൂട്ടത്തിലൊന്നും ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് പറയാം. ജ്ഞാന സഹോദരിമാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്നും അല്ലെങ്കിൽ വീട്ടിലെ പ്രധാനമന്ത്രിയെന്നും ഷോക്ക് അബ്സോർബർ എന്ന് ഒത്തിരി പേരുകൾ ഇടാറുണ്ട്. അത് നമുക്ക് ഫാമിലി കൗൺസിലിംഗ് പഠിക്കുമ്പം എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പറയാം. ഷോക്ക് അബ്സോർബർ. ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഷോക്ക് പിടിച്ചെടുത്ത് ലഘൂകരിക്കുന്ന ഒരു യന്ത്രമുണ്ട് വാഹനത്തിന്. അതിന് പറയുന്ന പേരാണ് ഷോക്ക് അബ്സോർബർ. അപ്പം സഹോദരിമാരെന്ന് പറയുന്നത് വീട്ടിലെ ഷോക്ക് പിടിച്ചെടുത്ത് ലഘൂകരിക്കുന്ന ഉപകരണമാണ്. 8 കൈയുള്ള ജീവിയ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനും ക്ഷേമത്തോടു കൂടിയാണ് ദൈവം തമ്പുരാൻ നമ്മുടെ സഹോദരിമാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. സഹോദരിമാർക്ക് ദൈവം അതിനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, സഹോദരിമാർക്ക് ദൈവം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ തലയിൽ കൊടുത്താണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്താ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നറിയാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളാണ്. വല്ലാതെ സങ്കടം വരുമ്പോൾ നമ്മുടെ സിന്ധു നദിയിൽ കൂടെ കണ്ണുനീരൊഴുകും. അതായത് കണ്ണിന്റെ ഒരു നദിയായി സിന്ധു നദി, ഒരു കണ്ണ്. രണ്ടാമത്തെ കണ്ണ് ഗംഗാ നദി. സിന്ധുവും ഗംഗയും കണ്ടമാനം നമ്മുടെ കണ്ണിൽ കൂടെ ഒഴുകും. സങ്കടം സഹിക്കാൻ വയ്യാതാവുമ്പോൾ മൂക്കിൽ കൂടെ ഒഴുകും കണ്ണുനീര്. അത് ബ്രഹ്മപുത്രയായിട്ട് ഞാൻ പറയാറുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ നമ്മുടെ മണ്ടയിൽ ദൈവം തമ്പുരാൻ തന്നതുകൊണ്ടാണ് സഹോദരിമാർക്ക് ഹാർട്ട് അറ്റാക്ക് കുറവ്. മെഡിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കറിയാം, താരതമ്യേന അവർക്ക് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. കാരണം ഈ കരയാൻ കഴിയുന്നത് കൊണ്ടാണ്. പുരുഷന്മാർ കരയാൻ കഴിയാത്തത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ ഒരു പരിധി വരെ. കാരണം ഇടനെഞ്ചിലത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പം ആ കുടുംബ ബന്ധങ്ങളുടെ ആ പവിത്രത, ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്,
അപ്പോ വീട്ടിലെ വീട്ടമ്മ പ്രധാനമന്ത്രിയാണ് എങ്കിൽ പുരുഷന്മാരാരാണെന്ന APJ അബ്ദുൽ കലാം പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. സഹോദരന്മാരെ, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛൻ, ഗൃഹനാഥൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്വയം തോറ്റുകൊടുക്കുന്ന ജീവിയുടെ പേരാണ് ഭർത്താവ്. ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പൻ എന്ന് പറയുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്വയം തോറ്റുകൊടുക്കുന്ന ജീവി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് മറ്റു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സമർപ്പിക്കണം. രണ്ട്, നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. മൂന്ന് നമ്മുടെ അധ്വാനം സമർപ്പിക്കണം. നമ്മുടെ അധ്വാനം. കർത്താവേ, ഞാൻ ഇന്ന് ജോലിക്ക് ഇറങ്ങുന്നു. കർത്താവേ, എന്റെ ജീവിത മാർഗത്തിന് വേണ്ടി ഞാൻ ഇന്ന് ഇറങ്ങുന്നു. ഇത് അവിടുത്തെ പാദവൃത്തിയിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ. കർത്താവെ, അവിടുന്ന് കൈകാര്യം ചെയ്യണമേ അവിടുത്തെ പാദവൃത്തിയിലേക്ക്. ഒരു പോലീസുകാരൻ, അവൻ സമർപ്പിക്കപ്പെടാത്ത ജീവിതമാണെങ്കിൽ അവന് വിജയിക്കാൻ പറ്റത്തില്ല. ഒരു പട്ടാളക്കാരൻ സമർപ്പിക്കാതിരുന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിർത്തിയിൽ പോയി ചുമ്മാ തോക്കൊരു സൈഡിലും വെച്ചോണ്ട് കള്ളും കുടിച്ച് എങ്ങോട്ടെങ്കിലും നോക്കിയിരുന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അവന്റെ കണ്ണ്, കാത്, ശരീരം മുഴുവൻ അവന്റെ എപ്പോഴും കാഞ്ചി വിരലമർത്തി കണ്ണിന്റെ ഇമ വെട്ടാതെ നോക്കിയിരിക്കണം. കാരണം അത് സമർപ്പണ ജീവിതം ഉണ്ടെങ്കിലേ വിജയിക്കത്തുള്ളൂ. അത് നമ്മുടെ തൊഴിൽ അങ്ങനെയാ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളരെ കുറവായിരിക്കും സാധ്യത, എങ്കിലും അവരോട് ഞാൻ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ പഠനത്തിൽ സമർപ്പിക്കണം. സമർപ്പണം മാത്രമാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ. അത് ആത്മീയ ജീവിതമാണെങ്കിലും നമ്മുടെ തൊഴിൽ ജീവിതമാണെങ്കിലും, ഇപ്പൊ ഒരു പട്ടാളക്കാരനാണെങ്കിലും പോലീസുകാരനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഏത് തൊഴിലും സമർപ്പണത്തോടെ ചെയ്യണം. സുവിശേഷന്റെ കാര്യം പ്രത്യേകം പറയാനുണ്ടല്ലോ. അതുകൊണ്ടാണ് കർത്താവിന്റെ വേലക്കാരെ അല്ലെങ്കിൽ ദൈവമക്കളെ പൗലോസ് ഉപമിച്ചിരിക്കുന്നത്. നീയും എന്നോടുകൂടി കർത്താവിന് വേണ്ടി പടയാളിയെ പോലെ പോരാടാനാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. അപ്പം നമ്മുടെ ജോലി സമർപ്പിക്കണം, പഠനം സമർപ്പിക്കണം. പഠനത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. അത് നമുക്ക് മറ്റു സന്ദർഭത്തിൽ എടുക്കാം, പഠന വിഷയങ്ങൾ. അപ്പം സമർപ്പണം വളരെ പ്രധാനപ്പെട്ട. സമർപ്പിക്കാത്ത ഒരു വ്യക്തി ജോലിക്ക് പോകാൻ മടിച്ചു പോകും. 8 മണിക്ക് എഴുന്നേക്കും. 8 മണിക്ക് ജോലിക്ക് അല്ലണ്ട, 7:55 എഴുന്നേക്കും, കണ്ണ് തിരുമ്മി കാട്ടൻ കാപ്പിയും കുടിച്ച് ഓടും. അപ്പൊ എന്താ? അതുവരെ കിടന്നുറങ്ങും. സമർപ്പണമില്ലാത്തത് കൊണ്ടാ. സമർപ്പണമില്ലാത്ത വിദ്യാർത്ഥി രാവിലെ എഴുന്നേക്കത്തില്ല. സമർപ്പണമുള്ളവൻ രാവിലെ എഴുന്നേക്കും. സമർപ്പണമുള്ളവൻ രാവിലെ എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്യും. സമർപ്പണമില്ലാത്തവൻ അതൊന്നും ചെയ്യത്തില്ല. ജീവിതത്തിന്റെ എല്ലാ വിജയവും അവരുടെ ജോലിയില്, പഠനത്തില് ഉള്ള സമർപ്പണമാണ്. അപ്പൊ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മുടെ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കർത്താവേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. അവൻ എന്റെ സമർപ്പണം, എന്റെ ജോലി കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ചിലർക്ക് ഒരു ജോലിയിലും തൃപ്തിയില്ല. ജോലിയും അവരുടെ വ്യക്തിത്വമായിട്ട് വളരെ പേഴ്സണാലിറ്റി ആയിട്ട് വലിയ ബന്ധമുണ്ട്. ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ നമ്മൾ സമർപ്പിക്കണം. കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നു. പ്യൂണാണെങ്കിലും മാനേജറാണെങ്കിലും ഓഫീസറാണെങ്കിലും, കർത്താവെ, ഞാൻ എൻ്റെ ജോലി സമർപ്പിക്കുന്നു എന്ന ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. 4, അപ്പൊ 1 നമ്മുടെ വിശ്വാസം, 2 നമ്മുടെ കുടുംബം, 3 നമ്മുടെ പ്രത്യാശ നമുക്ക് സമർപ്പിക്കണം. നമ്മൾ സമർപ്പിക്കണം. പ്രത്യാശ നിരാശയുടെ ഓപ്പോസിറ്റ് ആണ് പ്രത്യാശ. അനേക ആളുകൾ ജീവിതത്തിൽ നിരാശയോടുകൂടിയാണ് ജീവിക്കുന്നത്. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയായ വളരെ വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു വലിയ പ്രത്യാശയുണ്ട്. അവളെ സംബന്ധിച്ച് എന്താണ്? ഞാൻ നാളെ ഒരു ശിശുവിന് ജന്മം കൊടുക്കും. എൻ്റെ രക്തത്തിന്റെ ഒരു ഭാഗമായ ശിശുവിന് ഞാൻ ജന്മം കൊടുക്കും. അതിന്റെ മുഖം കണ്ട് എനിക്ക് സന്തോഷിക്കാം. ആ പ്രത്യാശയുള്ളത് കൊണ്ടാണ് ഗർഭാവസ്ഥയിലെ വേദനകളും ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അവരെ സഹിക്കുന്നത്. അപ്പം ഒരു നാളെ കുറിച്ചുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സന്തോഷമുള്ളവരായി ജീവിക്കുന്നു. നാളെക്കുറിച്ച് പ്രത്യാശയില്ലെങ്കിൽ, നല്ലൊരു നാളെ ഇല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. ഇപ്പൊ നാളെ നമ്മൾ മരിക്കാൻ പോകും നമ്മൾ അറിഞ്ഞാൽ എന്താവും? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതാവും. നമ്മളെ സംബന്ധിച്ചല്ല, ഞാൻ പറഞ്ഞൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചാണ്. അപ്പോ നാളെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ചില ആളുകൾക്ക് നാളെക്കുറിച്ച് ഒരു പ്രത്യാശയുമില്ല. ചിലർക്ക് ജീവിതത്തിൽ തന്നെ ഒരു പ്രത്യാശയുമില്ല. ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രത്യാശ. നമുക്ക് കർത്താവിനോട് വെച്ച് നിത്യമായി വാഴാന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെ ആത്യന്തികമായ ഒരു ആഗ്രഹം. വലിയൊരു പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ എല്ലാ വേദനകളും നമ്മൾ മറക്കുന്നത് നാളെ കർത്താവിനോടൊന്നിച്ചായിരിക്കാം എന്നുള്ളതാണ്. ലോകത്തുള്ള മറ്റൊരു ചിന്താധാരയും ഇങ്ങനെ മരിച്ചു ചെല്ലുമ്പോൾ കർത്താവിനോടൊന്നിച്ചായിരിക്കാം എന്ന് പങ്കുവെക്കുന്ന ഒരു ചിന്താധാരയും ഇല്ലെന്നാണ് എൻ്റെ അറിവ്.
നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആ ആത്മാവ് പോയി ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ജനിക്കുന്ന ഒരു ശിശുവിൽ പ്രവേശിക്കും. അതാണ് അവരെ സംബന്ധിച്ച് പുനർജന്മം എന്ന് പറയുന്നത്. അവർ സ്വർഗത്തിൽ പോകുമോ ദൈവത്തിനടുത്തേക്ക് പോകുമെന്നൊന്നും അവർക്ക് സങ്കല്പമില്ല. വേറെ എവിടെയെങ്കിലും പോയി അപ്പോൾ ജനിക്കുന്ന ലോകത്ത് ആഫ്രിക്കയിലോ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെ ജനിക്കുന്ന ഒരു ശിശുവിലേക്ക് ഇപ്പൊ മരിക്കുന്ന ഒരാളുടെ ആത്മാവ് പോയി പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. വേറൊരു കൂട്ടരാണെങ്കിൽ വിശ്വസിക്കുന്നത് നമ്മള് ഈ ലോകത്തിലെ ജീവിതം നന്നായിട്ടല്ല എങ്കിൽ പുഴുവായും പാറ്റയായും പല്ലിയായും പോത്തായും ഒക്കെ പുനർജന്മത്തിൽ നമ്മൾ ജനിക്കുമെന്ന് വിശ്വസിക്കുന്നവര് വേറൊരു കൂട്ടരുണ്ട്. അവരുടെ മതഭേദം എന്നൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പക്ഷെ അവര് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അവരും മോക്ഷത്തെക്കുറിച്ച് പറയുന്നു, പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. ദൈവത്തിന്റെ അടുക്കലേക്കാ പോകുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞത് വേറെ ചിലരുടെ കൂട്ടത്തിലാണെങ്കിലോ വേറെ ചിലർക്ക് സ്വർഗമുണ്ട്. അവരുടെ സ്വർഗത്തിൽ അവർ മരിച്ചു എന്നാൽ അവർക്ക് കിട്ടുന്നത് ഭൗതികമായ ജഡിക സുഖങ്ങളാണ്. മദ്യപ്പുഴയും തേന്റെ പുഴയും ഒക്കെ മരിച്ചു എന്നാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ധാരാളമുണ്ട്, ലോകത്തിൽ ധാരാളമുണ്ട്. എന്നാൽ നമ്മോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ചോദിച്ചാൽ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കർത്താവിനെ മുഖാമുഖം ആരാധിക്കാൻ പറ്റുന്ന സ്ഥലം. നമുക്കറിയാം ദൈവം ആത്മാവാണ്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത്, നാം മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ പഠിച്ച പ്രകാരം എങ്ങനെയാ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കാം. അവിടെ ചെന്ന് പിതാവ് എന്ത് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ആത്മാവാണ്. കാണാൻ പറ്റുന്ന കർത്താവായ യേശുവിനെയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. നമ്മൾ മരിക്കുന്ന ആ സെക്കൻഡിൽ നമ്മൾ കർത്താവിന്റെ അടുക്കൽ കർത്താവിലേക്ക് പോയി കർത്താവിൽ മറിഞ്ഞിരിക്കുക. കൊലോസ്യർ 3:3 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവിത നിങ്ങൾ ദൈവത്തോടുകൂടി കർത്താവിൽ മറിഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. കൊലോസ്യർ 3:3. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ചിന്താധാര ലോകത്തിൽ വേറെ ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അത് നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ പ്രത്യാശ നമുക്ക് സമർപ്പിക്കണം. നമ്മൾ നിരാശാബാധിതരല്ല. ഒരു പ്രത്യാശ, നാളെ എന്നൊരു വലിയ പ്രത്യാശ. അതേതാ? പ്രത്യാശയുടെ ടോപ്പ് ഏതാ? കർത്താവിനോട് കൂടെ ആയിരിക്കാം. അത് നമ്മൾ ഇന്ന് വായിച്ച മൂല വാക്യം എന്താണ്? അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ പ്രഭാതത്തിൽ അടുക്കളയിൽ ധാരാളം ജോലി നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്ന എന്താ? അത് നിമിത്തമാണ്, സുവിശേഷം നിമിത്തമാണ്, വിശ്വാസം നിമിത്തമാണ്. അതൊക്കെ ഞാൻ സഹിക്കുന്നു. നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞാൻ സഹിക്കുന്നു. എന്താ കാരണം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മൾ അടുക്കളയ്ക്ക് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഭർത്താവ് ചൂടാവുമ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ബാങ്കിൽ പോയി ലോണില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ മാനേജർ പറയുന്നു നാളെ മുതൽ ഇവിടെ ജോലിയില്ലെന്ന് സഹോദരൻ, അതിന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. ഭാര്യയും ഭർത്താവും ടെൻഷൻ ഉണ്ടാവും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അപ്പൊ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നാളെ, ഇന്ന് കഴിഞ്ഞ് നാളെ കർത്താവിനോടൊന്നിച്ചായിരിക്കാം എന്നുള്ളത്. ലോകത്തിലെ നിരാശാബാധിതരെ പോലെയല്ല. ചിലർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ലോകത്തിൽ. എന്താ കാരണം? അവരുടെ ചിന്ത എനിക്ക് ആരുമില്ല എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലെ അവസാന ചിന്ത എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന ചിന്ത വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് തോന്നിപ്പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കർത്താവുണ്ട്. ഞാൻ ഒരു നാളും നിന്നെ അനാഥനായി വിടുകയില്ല. ഉണ്ടോ പ്രത്യാശ? ഒരു നാളും നിന്നെ ഞാൻ ആരാ പറയുന്നത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം, എന്നെയും നിന്നെയും സൃഷ്ടിച്ചവൻ, മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ പറയുക, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥനായി വിടുകയില്ല. നോക്കിയേ, എന്തെല്ലാം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് വേദന വന്നാലും, എത്ര നിരാശ വന്നാലും കർത്താവ് പറയുന്ന അതെപ്പോഴും നമ്മുടെ കാതുകൾ ഇങ്ങനെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ അനാഥനായ നമ്മൾ ആരാവും? സനാഥനായി മാറുകയാണ്. അപ്പോൾ ആ പ്രത്യാശ നമ്മൾ സമർപ്പിക്കണം. നമുക്ക് എത്രമാത്രമാണ് പ്രത്യാശയുള്ളത് നമ്മൾ പരിശോധിച്ച് ആ പ്രത്യാശ നമ്മൾ സമർപ്പിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ്. നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ഉപനിധി. ആ പ്രത്യാശ കർത്താവിന്റെ പാദോടത്തിലേക്ക് സമർപ്പിക്കുന്നു. 5ാമത്തെ സമർപ്പണം. ഏത് കാര്യമാണ് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ മൈക്ക് ഓണാക്കി നിങ്ങൾക്ക് പറയാം എന്താണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. തെറ്റോ ശരിയോ എന്നുള്ളതല്ലേ, എല്ലാം പറയുന്നത് ശരി തന്നെയാണ്. എങ്കിൽ എന്താണ് ആരാധന? ഒരു വാക്കിലോ 2 വാക്കിലോ ആർക്ക് മറുപടി പറയാം?
ക്രിസ്തീയ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, അത് നമ്മൾ സ്തോത്രം ചെയ്യുന്നു. ഇനി എനിത്തിങ് മോർ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ആരാധനയുടെ ഒരു ഭാഗമാണ്, അത് മാത്രം ആരാധനയാകുന്നില്ല. എന്തെങ്കിലും വേറെ മറുപടി ഉണ്ടോ? സറണ്ടർ ദൈവസന്നിധി യാഗമായി അർപ്പിക്കുന്നു. ഓക്കെ എന്നല്ല, ആരാ അത് പറഞ്ഞത്? പേരനിയ. ഓക്കെ ശരി ഏരിയാമ്മ സഹോദരി. യാഗമായി ആരെ യാഗമായി സമർപ്പിക്കുന്നു? നമ്മളെ തന്നെ. കറക്റ്റ്, 100-ൽ 100 മാർക്കാണ്. അതാണ് ആൻസർ. അപ്പം ആരാധന എന്ന് പറഞ്ഞാൽ സ്വയം സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണം. എഴുതിക്കോ. അപ്പൊ 5-ാമത്തെ പോയിന്റ് എന്താണ്? ആരാധന. നമ്മുടെ ആരാധന സമർപ്പിക്കുന്നു കർത്താവിന് മുമ്പിൽ, നമ്മളെ സ്വയം സമർപ്പിക്കുന്നു. അതിന്റെ പേരാണ് ആരാധന, കേട്ടോ. അപ്പൊ നമ്മള് ആരാധന സന്ദർഭങ്ങളിൽ നമ്മൾ പാട്ട് പാടാറുണ്ട്, കൈവീശാറുണ്ട്, ചിലർ നൃത്തം ചെയ്ത് ആരാധിക്കാറുണ്ട്. അതെല്ലാം ആരാധനയുടെ ഭാഗം മാത്രമാണ്, അത് ആരാധനയല്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല ആരാധന. പാട്ട് ആരാധനയല്ല, പാട്ട് പാടി സ്തുതിക്കുന്നത് ആരാധനയുടെ ഭാഗമാണ്. അന്യഭാഷ പറയുന്നത് ആരാധനയല്ല, അത് ആരാധനയുടെ ഭാഗമാണ്. ദൈവവചനം സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവചനം നടത്തുന്നത് അത് ആരാധനയല്ല, ആരാധനയുടെ ഭാഗമാണ്. അപ്പൊ ആരാധന എന്താണ്? ആരാധന എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ്. എന്റെ ഉപനിധി കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിധി എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്. നമുക്കറിയാം, കത്തോലിക്കരൊക്കെ അവര് പാട്ട് പാടാറുണ്ട്. അവരുടെ ഒരു പാട്ട് ഇങ്ങനെയാണ്, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഓർക്കുന്ന, എന്റെ ബാല്യകാലങ്ങളിൽ ഞാൻ കേട്ട് പഠിച്ച അവരുടെ പാട്ടുണ്ട്. ഗാഗുൽത്തായിലെ നിത്യബലി, ഗാഗുൽത്തായിലെ രക്തബലി, ഈ അൾത്താരയിൽ നിത്യബലി. അവര് ഗാഗുൽത്തായിലെ കർത്താവിന്റെ ആ രക്തബലി അതേപോലെ ബലിയായിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുവരികയാണ്. തെറ്റാണോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ആരാധന എന്ന് പറഞ്ഞത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനാണ്. അപ്പൊ നമ്മളെ എങ്ങനെ സമർപ്പിക്കണം? നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കയ്യ്, നമ്മുടെ പോക്കറ്റ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കള്, നമ്മുടെ പദവി, നമ്മുടെ എല്ലാം കർത്താവേ അവിടുന്ന് എനിക്ക് ദാനമായി ഇങ്ങോട്ട് തന്നതെല്ലാം കർത്താവേ ഞാൻ അവിടുത്തെ പാദവൃത്തിങ്കിലേക്ക് തിരികെ സമർപ്പിക്കുന്നു. അതിന്റെ പേരാ പ്രിയപ്പെട്ടവരെ ആരാധന. ഇങ്ങോട്ട് ദാനമായി തന്നതെല്ലാം. നമ്മൾ ആരോഗ്യം തന്നത് ദാനമല്ലേ? എനിക്ക് 67 വയസ്സായി. എനിക്ക് ഈ നിമിഷം വരെയും പിടിച്ചു നിൽക്കുവാൻ, സഞ്ചരിക്കുവാൻ, പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ തന്ന ആരോഗ്യം, ജ്ഞാനം, അറിവ്, അതെല്ലാം കർത്താവെ അവിടുന്ന് ദാനമായി ഇങ്ങോട്ട് തന്നതാ. അതെല്ലാം തിരുനാമമഹത്വത്തിനായി തിരികെ സമർപ്പിക്കുന്നു. എന്റെ ആരോഗ്യം സമർപ്പിക്കുന്നു. കർത്താവെ ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവനാ, പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയുടെ മകനായിരുന്നു. എന്നെ ദൈവം കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഉയർത്തി പല പല സ്ഥലങ്ങളിൽ അയക്കുന്നു. ഞാൻ സർക്കാർ സർവീസിൽ ഗസറ്റഡ് ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. കർത്താവിന്റെ പേരോടുകൂടിയാണ് ഞാൻ ആ ജീവിത മാർഗത്തിന് വേണ്ടി അധ്വാനിച്ചതുമല്ല. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു എന്നെ കർത്താവ് ഈ നിലയിലേക്ക് കൊണ്ടുവന്നു. കർത്താവെ ഞാൻ അവിടുത്തെ പാദവൃത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, നമ്മുടെ മക്കളെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സമർപ്പിക്കുന്നു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇപ്പൊ കുറിച്ച് വെച്ചാൽ മതി. അവിടെ എങ്ങനെയാ വായിക്കുന്നേ? അബ്രഹാം തന്റെ കൂടെയുള്ളവരോട് പറയുക, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി, ഞാനും മോനും കൂടെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാൻ. വായിക്കുന്നില്ലേ? ഞാനും മോനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ഉൽപ്പത്തി 22-ന്റെ 5. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ച് എന്തായിരുന്നു ആരാധന? അബ്രഹാമിനെ സംബന്ധിച്ച് തന്റെ ഏകജാതനായ മകൻ, തന്റെ ഏകപുത്രൻ ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലി കൊടുക്കുന്നതായിരുന്നു അബ്രഹാമിന് ആരാധന. തന്റെ ഏകമകനെ സമർപ്പിക്കുന്നതായിരുന്നു അബ്രഹാമിന് ആരാധന. അതായത് അബ്രഹാം പറഞ്ഞ, ഞാൻ ആരാധന കഴിച്ച് മടങ്ങി വരാം. പഴയ നിയമാരാധനയും പുതിയ നിയമാരാധനയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും പഴയ നിയമത്തിൽ അത് മൃഗങ്ങളെയോ അല്ലെങ്കിൽ അതുപോലുള്ള ബലി കൊടുത്തായിരുന്നു അവരുടെ ആരാധന. നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കുക, നമ്മുടെ ഹൃദയ ബലിയ. പഴയ കാലത്തിലെ മൃഗബലിക്ക് പകരം എഴുതി വെച്ചോണം, അന്ന് മൃഗബലി, ഇന്ന് ഹൃദയ ബലി. അതാണ് ആരാധന. ഹൃദയം സമർപ്പിക്കാത്ത ഒരാളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. കുടുംബത്തെ സമർപ്പിക്കാത്ത ഒരാളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. നമ്മുടെ സമ്പത്ത് സമർപ്പിക്കാത്ത ഒരാളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. നമ്മുടെ കണ്ണ് സമർപ്പിക്കാത്ത ഒരാളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല.
നമ്മുടെ നാക്ക് സമർപ്പിക്കാത്ത ഒരാളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. കാട് കത്തിക്കാൻ പറ്റുന്ന നാക്ക് സമർപ്പിക്കാതെ എത്ര അന്യഭാഷ പറഞ്ഞാലും നമ്മളുടെ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. നമ്മുടെ സ്വഭാവം, നമ്മുടെ വരുമാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കള്, ഇതൊന്നും സമർപ്പിക്കാത്ത ആരാധന ദൈവം സ്വീകരിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ സമ്പൂർണമായി നമ്മളെ സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ആരാധന. ഇനി നമ്മൾ പഠിച്ചത് ചിന്തിച്ച് എല്ലാം കൂടെ ഒന്ന് ഓർത്ത് പറഞ്ഞ്, ഒന്ന്, നമ്മുടെ വിശ്വാസം സമർപ്പിക്കണം. തുടക്കത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമുക്ക് കടയിൽ പോകുമ്പോൾ വേണം, നമ്മുടെ ജോലി സ്ഥലത്ത് വേണം, നമ്മുടെ മാനേജർ നമ്മോട് ചൂടാകുമ്പോൾ വേണം, റേഷൻ കടയിൽ പോകുമ്പോൾ വേണം, വണ്ടിയെ കയറുമ്പോൾ വേണം. ഞാൻ ആരെ വിശ്വസിച്ചു എന്നറിയുന്നു. ഒരു ചെറിയ രോഗം വരുമ്പോൾ ആ വിശ്വാസം നമുക്ക് വേണം. അത് ക്യാൻസറായി മാറുമെന്നോ ചിന്തയില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരുന്ന് അറിയുന്നു. ഒരു കടബാധ്യത വരുമ്പോൾ ആ ചിന്ത നമുക്ക് വേണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ. ഏത് ദിവസം? ഒന്നെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ് വരെ, അല്ലെങ്കിൽ നാം നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത് വരെ, ആ നിമിഷം വരെ എൻ്റെ ഉപനിധി, എൻ്റെ സമർപ്പണം സൂക്ഷിപ്പാൻ കർത്താവ് ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം, ആ നിമിഷം വരെ. പിന്നെ ഒന്ന്, നമ്മുടെ വിശ്വാസം. രണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. മൂന്ന്, നമ്മുടെ അധ്വാനം സമർപ്പിക്കണം. നമ്മുടെ ജോലി, നമ്മുടെ പഠനം. മൂന്ന്, നമ്മുടെ അധ്വാനമാണ്, അത് സമർപ്പിക്കണം. കർത്താവെ, അടിയനിതേ ശേഷിയുള്ളൂ, ഞാനത് സമർപ്പിക്കുന്നു. നാല്, നമ്മുടെ പ്രത്യാശ സമർപ്പിക്കണം. നമ്മുടെ പ്രത്യാശ, കർത്താവിലുള്ള പ്രത്യാശ, കർത്താവ് രണ്ടാമത് വരൂ എന്നുള്ള പ്രത്യാശ, എൻ്റെ ഈ പ്രതിസന്ധിയിൽ കർത്താവ് പരിഹരിക്കും എന്നുള്ള പ്രത്യാശ, എൻ്റെ രോഗം ദൈവം മാറ്റും എന്നുള്ള പ്രത്യാശ, അത് നമ്മളെ വിശ്വസിക്കണം. പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമ്മളെ പഠിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. അഞ്ച്, സ്വയം സമർപ്പിക്കണം. നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കണം. സമ്പൂർണ്ണ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ആരാധന. 5 കാര്യങ്ങൾ മറന്നു പോകരുത്. ഈ ഉള്ളവനെ നിങ്ങൾ മറന്നാലും ഈ 5 കാര്യങ്ങൾ മറക്കരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ദൈവവർഗങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടുള്ള സ്നേഹം അറിയിക്കുന്നു, ബഹുമാനം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ അവസരം തരുമ്പോൾ നമുക്കൊന്നിച്ച് പഠിക്കാനും ചിന്തിക്കാനും അവസരം നൽകട്ടെ. ഒരു കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബം നമ്മുടെ സ്നേഹക്കൂടെ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ എൻ്റെ കഴിഞ്ഞ 10-25 വർഷത്തോളമുള്ള കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്ന് എഴുതിയ പുസ്തകമാണ്. ആവശ്യമുള്ളവർ ഒക്കെ ആവശ്യപ്പെട്ടാൽ ഞാനത് പോസ്റ്റലായിട്ട് അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ നടത്തുന്ന കൗൺസിലിംഗ് കോഴ്സിൽ പങ്കെടുക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ വിശദാംശങ്ങളും പ്രിയ സഹോദരിയുടെ വാട്സപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. അതിൻ്റെ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്കത് പൂരിപ്പിച്ച് വാട്സപ്പിൽ തന്നെ എനിക്ക് തിരിച്ചയക്കുകയും ചെയ്യാം. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത മെയ് മാസത്തിലേ തുടങ്ങുകയുള്ളൂ. 4ാമത്തെ ബാച്ച്. ഇപ്പൊ 3ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ക്ലാസ് പങ്കെടുക്കുക. 1 വർഷ കോഴ്സാണ്, ഫീസ് ഒന്നുമില്ല. സംഭാവനകൾ ആർക്കെങ്കിലും തരുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമുള്ളൂ. വളരെ ലളിതമായി മലയാളത്തിലാണ് ക്ലാസ് എങ്കിലും മെയിൻ പോയിന്റ്സ് ഇംഗ്ലീഷിലും നമ്മൾ പറയുന്നതാണ്. കാരണം മലയാളം എഴുതിയെടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മെയിൻ പോയിന്റ്സ് വിൽ ബി ഗിവൻ ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഉള്ളവനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്ക് ഭാര്യയും 3 മക്കളും കൊണ്ട് 3 പേരും വിവാഹിതരാണ്. ഞങ്ങൾ മലബാറിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറിയ പ്രസ്ഥാനവും ചർച്ചും ഒക്കെ ഉള്ളത്. എൻ്റെ അപ്പൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുടിയേറിയവരാണ് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.